എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ്. 31 ഓഗസ്റ്റ് 2024 എംപ്ലോയ്മെന്റ് ന്യൂസിലാണ് ഈ നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. തിരുവനന്തപുരത്ത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. LD ക്ലർക്ക് തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള സിവിലിയൻ എൻട്രി ആണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ. തിരുവനന്തപുരം കൂടാതെ ഹെഡ്ക്വാർട്ടേഴ്സ് സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിലേക്ക് വേക്കൻസി ഉണ്ട്. സദേൺ എയർ കമാൻഡാണ് തിരുവനന്തപുരം, അവിടത്തേക്കും വേക്കൻസി ഉണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ വേക്കൻസിയാണ്. സെൻട്രൽ സർവീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വേക്കൻസി ഉണ്ട്. ASTE ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വേക്കൻസി ഉണ്ട്. റീജിയണൽ എക്സാമിംഗ് ബോർഡ് ഈസ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിലേക്കും വേക്കൻസി ഉണ്ട്. സോ ഇതിൽ ഹെഡ്ക്വാർട്ടേഴ്സ് സദേൺ വെസ്റ്റേൺ എയർ കമാൻഡിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കാണ് വേക്കൻസി. 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് സദേൺ എയർ കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് തിരുവനന്തപുരത്തേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സെൻട്രൽ സർവീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ എയർഫോഴ്സിലേക്കും ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്കാണ് വേക്കൻസി. ASTE IAFിലേക്കും ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്കാണ് വേക്കൻസി. റീജിയണൽ എക്സാമിംഗ് ബോർഡ് ഈസ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിലേക്കും ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കാണ് വേക്കൻസി റിലീസായിരിക്കുന്നത്. സ്ഥിര ജോലിയാണ്. മാത്രമല്ല ഫിസിക്കലോ മെഡിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. എക്സാമിനേഷന്റെ ബേസിസിലാണ് ഇതിന്റെ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ എക്സാമിനേഷൻ കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ലെവൽ 2 ആണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ടൈപ്പിംഗ് സ്പീഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കുള്ള സിലബസ് ജനറൽ ഇന്റലിജൻസ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് തുടങ്ങിയ സിലബസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയ്മെന്റ് ന്യൂസിൽ വന്ന് 30 ദിവസം വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 30 വരെ നമുക്കിതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഉണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ല മറക്കരുത്. അതുപോലെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻസ് ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക്സ് വീഡിയോ. വന്ദേ മാതരം.